മതി സച്ചേട്ടാ. ആ അത് പറ്റില്ല. ഈ കഞ്ഞി മുഴുവനും കുടിക്കണം. ഇപ്പൊ ഇത്ര മതി, ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. ഇപ്പൊ താൻ അങ്ങനൊക്കെ പറയും. അല്ല, ഞാൻ കുടിച്ചോളാം. ആ ഉറപ്പാണല്ലോ? ഉറപ്പ്. ലക്ഷ്മിയോ? വാ. ലക്ഷ്മി നേരത്തെ ഒരു ദിവസം വന്നിരുന്നു. അന്ന് പക്ഷെ തന്നെ കാണാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ദൂരെ നിന്നിട്ടാണെങ്കിലും ഞാൻ മോളെ കണ്ടു. ഇത് പെരുവണ്ണാപുരത്തെ ഉണ്ണിക്കണ്ണന്റെ പ്രസാദോ? അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാനവിടെ ഒരു വെണ്ണ നേർന്നിരുന്നു. കഴിച്ചേക്കണേ. ലക്ഷ്മി വന്ന കാര്യം സച്ചേട്ടൻ എന്നോട് പറഞ്ഞില്ല. അതിനുള്ള സമയം കിട്ടണ്ടേ? അതിന് എന്റേതത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. സച്ചേട്ടൻ മറന്നേല് ഒരത്ഭുതമില്ല. അതുകൊണ്ടല്ല, ഇതുവരെ അതിന് സമയം കിട്ടിയില്ല. ചുമ്മാ പുളു അടിക്കല്ലേ സച്ചേട്ടാ. സച്ചേട്ടന് അർച്ചനയുടെ കാര്യമല്ലാതെ വേറൊന്നും തലയിലില്ല. അതെനിക്കറിയാം. അർച്ചന ഐസിയുവിൽ കിടന്നപ്പോഴുള്ള ആ സങ്കടം ഞാൻ കണ്ടതല്ലേ. അർച്ചനയ്ക്കറിയോ, ഈ സച്ചേട്ടന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു പാവം. അല്ല, അർച്ചനയുടെ താലി ഇവിടെ? അതെ, നോക്കണ്ട. അത് എന്റെ കയ്യിലുണ്ട്. തന്നെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ഊരി തന്നതാ. വളകളൊക്കെ കാറിലിരിപ്പുണ്ട്. പക്ഷേ ഇത് ഞാൻ അന്നേരം മുതൽ പോക്കറ്റിൽ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സച്ചേട്ടനത് ഇപ്പൊ തന്നെ കെട്ടിക്കൊടുത്തേക്ക്. വേണ്ട സച്ചേട്ടാ.